വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്റർ ആവും നിങ്ങളെ ത്രൂ ദ കോണ്ടിനെൻറ്റ്സ് എന്ന് വെച്ചാൽ ഭൂഖണ്ഡങ്ങളിലൂടെ. ത്രൂ ദ കോണ്ടിനെൻറ്റ്സ്, ഭൂഖണ്ഡങ്ങളിലൂടെ. ഈ ഭൂഖണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 എണ്ണം ഉണ്ട് കേട്ടോ. ആ 7 എണ്ണത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. എന്താണ് ഭൂഖണ്ഡം, ആ 7 ഭൂഖണ്ഡങ്ങളുടെ പേരും അവിടെ താമസിക്കുന്ന ആനിമൽസ് ഏതാണ്, പ്ലാന്റ്സ് ഏതാണ് എന്നൊക്കെ കേട്ടോ. അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ പിന്നെ സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ള ചോദ്യം നിങ്ങൾ കേട്ടോ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് 7 ഭൂഖണ്ഡങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതിനകത്തിലെ ആദ്യത്തെ ഒരു 50 വൺ വേർഡ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും കുഞ്ഞുങ്ങളെ, ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. 50 വൺ വേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് കുഞ്ഞുങ്ങളെ. വൺ വേർഡ് ഞാൻ മലയാളത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകും നിങ്ങളെ. ഇത് പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട, ഞാൻ പിന്നെ പഠിക്കാം എന്നും പറഞ്ഞ് വെക്കണ്ട. കേൾക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ ഒരു 50 എണ്ണം എഴുതിയിട്ടുണ്ട്. 50 അല്ല 55 എണ്ണം എഴുതിയിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു 50 എണ്ണമെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ബാക്കി പോട്ടെ കേട്ടോ. 50 എണ്ണം ഇപ്പം തന്നെയാണ്, ഇപ്പം തന്നെ മനസ്സിലാക്കി വെച്ചേക്കണം. നോക്കാം. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഞാൻ ഇംഗ്ലീഷും മലയാളത്തിലും എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ പേര് 7ാമത്തെ ചാപ്റ്ററാണ് ത്രൂ ദ കോണ്ടിനെൻറ്റ്സ്. നോക്കൂ നിങ്ങളെ, ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേര്. നമ്മുടെ ഒന്നാമത്തെ അതിനകത്തിലെ ആ ബോക്സിനകത്തിലെ ഒരു ചോദ്യമാണ് കേട്ടോ. അതിനകത്തിലെ മീൻപിടുത്തക്കാരുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, അത്രയും ഓർത്താൽ മതി. മീൻപിടുത്തക്കാരുടെ ആ ഇഷ്ടദേവതയുടെ പേര്. ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേര് മാതേയി എന്നാണ്. എന്താ കുഞ്ഞുങ്ങളെ? മാതേയി. ഇനി ഇന്ത്യൻ നാവികസേനയുടെ മാതേയി എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തു നിന്ന് നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും മലയാളിയും ആര്? നിങ്ങൾ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചോ കേട്ടോ. ഇത് പിന്നത്തേക്ക് മാറ്റണ്ട കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഇന്ത്യൻ നാവികസേനയുടെ മാതേയി എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയും ആരാണെന്നാവും നിങ്ങളെ? ആരാണ്? കമാൻഡർ അഭിലാഷ് ടോമി ആണ്. കമാൻഡർ അഭിലാഷ് ടോമി. 3. സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഡാഷ് അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ എന്നാൽ എന്താണ്? കോണ്ടിനെന്റ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ കോണ്ടിനെന്റ് എന്നാണ് കേട്ടോ. ഇതിന്റെ എല്ലാം ഇംഗ്ലീഷ് നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറിനകത്തിൽ ഇതിന്റെ എല്ലാ ആൻസർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വൺ വേർഡ് എങ്ങനെ പഠിക്കുമെന്നൊന്നും പേടിക്കണോ നിങ്ങൾ, അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ അതിനകത്തിലെ പ്രധാനപ്പെട്ടത് അന്ന് എഴുതിയെടുത്തതേ ഉള്ളൂ, കാരണം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് എന്താ നിങ്ങളെ? ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാമാണ്? നോക്കണേ കുഞ്ഞുങ്ങളെ, ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാ നോക്കിക്കേ. ഏഷ്യ, നോക്കട്ടെ കുഞ്ഞുങ്ങളെ, ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ കേട്ടോ. നമ്മളതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട്. എല്ലാം അറിഞ്ഞിരിക്കണം. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇനി നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ പാഠത്തിലോട്ട് കയറുകയാണ്. അതായത് ഭൂഖണ്ഡങ്ങളെക്കുറിച്ച്. എന്താണ് ഭൂഖണ്ഡങ്ങൾ എന്നാണ് നോക്കിക്കേ. സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗമാണ് ഭൂഖണ്ഡങ്ങൾ കേട്ടോ. ഈ ഭൂഖണ്ഡങ്ങൾ 7 എണ്ണം ഉണ്ട്. ഒന്നാമത്തെ ആളാണ് ഏഷ്യ. നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് ഏഷ്യയെക്കുറിച്ചാണ് പഠിക്കാൻ കേട്ടോ. കൂടുതൽ പറയാനുള്ളത് ഏഷ്യയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും വലിയ ഭൂഖണ്ഡം അല്ലേ, ഏറ്റവും വലിയ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏതാന്ന് ചോദിച്ചാൽ ഏതാ? ഏഷ്യയാണ് കേട്ടോ. ഒരു മാർക്കിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഏറ്റവും വലിയ ലാർജ് അല്ലെ, വലിയ കോണ്ടിനെന്റ് അല്ലെങ്കിൽ ഭൂഖണ്ഡം ഏതാ കുഞ്ഞുങ്ങളെ? ഏഷ്യയാണ്. ഏഷ്യയുടെ അതിരുകൾ ഏതൊക്കെയാണ്? നമ്മുടെ ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെന്റിന്റെ അതിരുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ കുഞ്ഞുങ്ങളെ. കിഴക്ക് പസഫിക് സമുദ്രം കേട്ടോ. കിഴക്ക് പസഫിക് സമുദ്രം, പടിഞ്ഞാറ് യൂറോപ്പ്, വടക്ക് ഇന്ത്യൻ സമുദ്രം, ഇന്ത്യൻ ഓഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സമുദ്രം, തെക്ക് ആർട്ടിക് ഓഷൻ അല്ലെങ്കിൽ ആർട്ടിക് സമുദ്രം കേട്ടോ. മനസ്സിലായല്ലോ. ഇനി
ഈ യൂറോപ്പിനെയും ഏഷ്യയെയും ഇത് രണ്ടും കോണ്ടിനെന്റുകളാണ് കേട്ടോ. യൂറോപ്പ് ഒരു കോണ്ടിനെന്റ് ആണ്. നമ്മൾ നേരത്തെ കോണ്ടിനെന്റിന്റെ പേര് പറഞ്ഞത് കണ്ടോ, ഏഷ്യയുണ്ട്, ആഫ്രിക്കയുണ്ട്, വടക്കേ അമേരിക്ക, ഇങ്ങനെ 7 കോണ്ടിനെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പർവ്വത നിരയുണ്ട്. ഏതിനെയൊക്കെ തങ്ങളാ കുഞ്ഞുങ്ങളെ? യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പർവ്വത നിരയുണ്ട്. ഏതാണെന്നറിയോ? ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വത നിരയാണ് കേട്ടോ. പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ കേട്ടോ, യൂറൽ പർവ്വത നിരയാണ്. 7 എണ്ണം ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? ഈ 7 എണ്ണം നല്ലപോലെ നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷ് ഇല്ലല്ലോ എന്ന് പേടിക്കണ്ട. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പം അപ്പുറത്തുണ്ട്. അപ്പം നിങ്ങൾ മലയാളത്തിൽ ഇരുന്ന് പഠിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ ഭൂഖണ്ഡം അല്ലേ, എപ്പം നമ്മളോട് ചോദിച്ചാൽ ഏതാണ് ഏറ്റവും വലിയ കോണ്ടിനെന്റ്? ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ് കേട്ടോ. ഈ ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുക കുഞ്ഞുങ്ങളെ. അവിടെ വരുമ്പോൾ രണ്ടിനെയും കൂടെ അങ്ങ് വേർതിരിക്കുക. അങ്ങനെ ഒരു പർവ്വതം അവിടെ ഉണ്ട്. ഏതാണെന്നറിയോ? യൂറൽ പർവ്വതം എന്നാണ് കേട്ടോ. യൂറൽ പർവ്വതം. 7 എണ്ണം ഓക്കെയാണോ? ഓക്കെ. 8ാമത്തിലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ് കേട്ടോ. എവറസ്റ്റ്. ഈ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാ? നമ്മുടെ ഏഷ്യ, 1ാമത്തെ കോണ്ടിനെന്റ് ആയ ഏഷ്യയിലെ ഹിമാലയ പർവ്വതത്തിലാണ് നമ്മുടെ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ഇപ്പം തന്നെ അങ്ങ് പഠിക്കണേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. എവറസ്റ്റ് എന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ്. ഈ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ഹിമാലയ പർവ്വതത്തിലാണ് കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി ഏതാ കുഞ്ഞുങ്ങളെ? അത് എല്ലാം നമ്മൾ ഈ പഠിച്ച 7 കോണ്ടിനെന്റ് ഉണ്ടല്ലോ, ഈ 7 കോണ്ടിനെന്റിനകത്തിലും നീളമുള്ള നദിയെക്കുറിച്ച് ഇപ്പോൾ ഏഷ്യയിലെയാണ് ഈ പറയുന്നത്. അതുപോലെ യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ഒക്കെ നീളമേറിയ നദിയുണ്ട്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി ഏതാന്ന് വെച്ചാൽ യാങ്സി ആണ് കേട്ടോ. യാങ്സി, നല്ല പേരല്ലേ ഇല്ലയോ? ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി. നമ്മൾ 7 കോണ്ടിനെന്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ 1ാമത്തെ കോണ്ടിനെന്റ് ആണ് ഏഷ്യ. ഈ ഏഷ്യയിലെ എവറസ്റ്റ് കൊടുമുടിയുണ്ട്. പിന്നെ ഏറ്റവും നീളമുള്ള ഒരു യാങ്സി എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. പിന്നെ എന്താ കുഞ്ഞുങ്ങളെ? വളരെ കുറച്ചു മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ എന്ന് പറയുന്നത്. എന്താ ഈ മരുഭൂമി എന്ന് കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? വളരെ കുറച്ചു മാത്രമേ അവിടെ മഴ അല്ലേ, വരണ്ട് മരുഭൂമി, ഡെസേർട്ട് അല്ലേ. ഡെസേർട്ട് എന്ന് വെച്ചാൽ എന്താ? വളരെ കുറച്ചു മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളെയാണ് മരുഭൂമികൾ അല്ലെങ്കിൽ ഡെസേർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളെ അപ്പം നമ്മൾ എങ്ങനെ പറയും? ഏറെക്കുറെ നിരപ്പായ വിശാലമായ ഭൂപ്രദേശങ്ങളെ സമതലങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. പ്ലെയിൻസ്, സമതലങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉയർന്നതും, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ നമ്മുടെ ടെസ്റ്റിൽ ഇതിൻ്റെ എല്ലാം പടം കൊടുത്തിട്ടുണ്ട്. ആ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കണ്ടോ കുഞ്ഞുങ്ങളെ, നമ്മുടെ ടെസ്റ്റിനകത്തിൽ ഇത് കണ്ടോ, ഇങ്ങനെയുള്ള പടങ്ങൾ കൊടുത്തേക്കുന്നത് കണ്ടോ? ഇത് കണ്ടോ? പീഠഭൂമികൾ കണ്ടോ, സമതലങ്ങൾ കണ്ടോ, ശീതഭൂമിയും ഉഷ്ണവും 2 എണ്ണം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ മരുഭൂമി ഡെസേർട്ട് ആണെങ്കിൽ തന്നെ അത് 2 എണ്ണം ഉണ്ട്. തണുത്ത മരുഭൂമിയുണ്ട്, ചൂടുള്ള മരുഭൂമിയുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കേ, നമ്മൾ പീഠഭൂമികളെ കുറിച്ചാണ്. പീഠഭൂമികൾ എന്ന് പറയുന്നത് കണ്ടോ, അതാണ്. അതായത് ലോകത്ത് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയതുമായ വിസ്തൃത ഭൂപ്രദേശങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? പീഠഭൂമികൾ എന്നാണ് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാ കുഞ്ഞുങ്ങളെ? ഇന്ത്യയിലെ മേഘാലയയിലുള്ള മൗസിൻഡ്രാം എന്നാണ് കേട്ടോ. മൗസിൻഡ്രം എന്നും റാം എന്നും പറഞ്ഞാൽ ശരിയാട്ടോ. മൗസിൻഡ്രം എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻഡ്രാം. അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശവും കാണുമല്ലോ. ഭയങ്കര ചൂട് അല്ലേ, അത്യുഷ്ണം. ഏതെങ്കിലും മരുഭൂമിയിലായിരിക്കും അല്ലേ? നമുക്കത് ചിന്തിച്ചുകൂടായോ? ചൂട് കൂടുതൽ എപ്പോഴും മരുഭൂമിയിലാണ്. ഏത് മരുഭൂമിയാണ് കുഞ്ഞുങ്ങളെ? അറേബ്യൻ മരുഭൂമിയിലാണ് കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏഷ്യയെക്കുറിച്ചാണ് ഇപ്പോൾ പഠിക്കുന്നത് അല്ലേ. ഫസ്റ്റ് കോണ്ടിനെൻ്റ് ആയ ഏഷ്യയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഏഷ്യയിൽ മഴ ലഭിക്കുന്നത് മൗസിൻഡ്രാമാണ്. ഏഷ്യയെക്കുറിച്ചാണ്. ഏഷ്യയില് അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം അറേബ്യൻ മരുഭൂമിയാണ്. അതിശൈത്യം, ചൂട് കൂടുതലാണെങ്കിൽ തണുപ്പും കൂടുതൽ കാണുമല്ലോ അല്ലേ. ചൂട് കൂടുതൽ അറേബ്യൻ മരുഭൂമിയിലാണെങ്കിൽ തണുപ്പ് കൂടുതൽ ഏതാണെന്നറിയോ? സൈബീരിയയിലാണ് കേട്ടോ. പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. സൈബീരിയ. 16 എണ്ണവും പഠിച്ചല്ലോ. നമുക്ക് 17ാമത്തെ.
ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏതാണ്? നമ്മളൊക്കെ ഏത് ഏഷ്യക്കാരല്ലേ? നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യയാണ് കേട്ടോ. ലോകത്ത് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഏതാന്ന് ചോദിച്ചാലും ഏഷ്യയാണ് കേട്ടോ. ലോകത്ത് ആള് കൂടുതലുള്ളിടത്തായിരിക്കും അല്ലേ. ലോകത്ത് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും ഏഷ്യയാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഭൂഖണ്ഡം. അടുത്ത നമ്മൾ ആഫ്രിക്കയെ കുറിച്ചാവും നിങ്ങളെ രണ്ടാമത്തത് കേട്ടോ. ഒന്നാമത്തെ ആരുടെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് ആഫ്രിക്കയെ കുറിച്ചാണ് കേട്ടോ. സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ആഫ്രിക്കയാണ് കേട്ടോ. നിങ്ങൾ ആ ഓർഡർ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഒന്നാമത്തെ ഏറ്റവും വലുത് ഏഷ്യയാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് കേട്ടോ. 2ാം സ്ഥാനം ഏതാണ്? ആഫ്രിക്കയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാവും നിങ്ങളെ? നൈലാണ് കേട്ടോ. നൈൽ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈലാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി മുമ്പ് നമ്മളൊരു ഉഷ്ണം പഠിച്ചു. ഏതാ? ഏഷ്യയിലെ അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം ഏതാന്ന് അല്ലെ? ഏഷ്യയിലെ അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം നമ്മൾ പറഞ്ഞു. ഉഷ്ണം അനുഭവപ്പെടുന്നത് എവിടെ? മരുഭൂമിയിലാണ്. ഏതാ കുഞ്ഞുങ്ങളെ? അറേബ്യൻ മരുഭൂമിയിലാണ് കേട്ടോ. മനസ്സിലായോ? എന്നാൽ നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി ഏതാന്ന് ചോദിച്ചാൽ സഹാറയാണ്. ചോദ്യമൊക്കെ നല്ലപോലെ നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. എവിടാണ് എന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ. നമ്മുടെ ഭൂമിയിലെ നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി സഹാറയാണ്. ഹോട്ട് ഡിസേർട്ട് സഹാറയാണ് കേട്ടോ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതാണ്? ഏഷ്യയിലെ അല്ല, ആഫ്രിക്കയിലെ ആണ്. ഓരോന്നും നോക്കണേ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം കിളിമഞ്ചാരോ ആണ് കേട്ടോ. ഒരു പാട്ടുണ്ടല്ലോ കിളിമഞ്ചാരോ എന്ന് പറഞ്ഞല്ലേ. കിളിമഞ്ചാരോ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം കിളിമഞ്ചാരോ. ഉഷ്ണമഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലം ഏതാണ്? ഉഷ്ണമഴക്കാടുകളാണ് കേട്ടോ. ഉഷ്ണമഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലം കോങ്കോ നദിയാണ്. കോങ്കോ നദി. വിശാലമായ പുൽമേടുകളുള്ളത് സാവന്നയാണ്. ഇതെല്ലാം നമ്മൾ ആഫ്രിക്കയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വിശാലമായ പുൽമേടുകൾ ആഫ്രിക്കയിലെ വിശാലമായ പുൽമേടുകൾ സാവന്ന. ഇനി വടക്കേ അമേരിക്ക. അടുത്ത നമ്മൾ മൂന്നാമത് കേട്ടോ. തേർഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് നോർത്ത് അമേരിക്കയോ നിങ്ങളെ കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇനി നോക്കിക്കേ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളുടെ പേരെന്താണ് കേട്ടോ? നമ്മുടെ ആഫ്രിക്കയിലെ വിശാലമായ പുൽമേടിനെ നമ്മൾ സാവന്ന എന്നാ പറയുന്നത്. പക്ഷേ വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേട് അത് തിരിഞ്ഞു പോകല്ലേ, പ്രയറീസ് എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കണേ നിങ്ങൾ. നമ്മുടെ ഏഷ്യയ്ക്ക് പുൽമേടുണ്ടായിരുന്നോ? ഇല്ല. ഏഷ്യയിലെ നീളമേറിയ നദിയും അതിനകത്തുള്ള എവറസ്റ്റ് കൊടുമുടിയും പിന്നെ അതിനകത്ത് പ്ലെയിൻസുകളും പ്ലേറ്റ്യൂസുകളും പീഠഭൂമികൾ അല്ലെ, അങ്ങനെയൊക്കെ. ലോകത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻഡ്രമാണ്. ഏഷ്യയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നത് അറേബ്യൻ മരുഭൂമിയാണ്. അതിശൈത്യമായ തണുപ്പ് ഏഷ്യയുടെ സൈബീരിയയാണ്. പക്ഷെ നമ്മൾ ആഫ്രിക്ക പറഞ്ഞപ്പോഴോ, ആഫ്രിക്കയിലെ ഉയരമുള്ള പർവ്വതം കിളിമഞ്ചാരോ ആണ്. അവിടുത്തെ ഉഷ്ണ മരുഭൂമി സഹാറയാണ്. അവിടുത്തെ ഏറ്റവും നീളം കൂടിയ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈലാണ്. ഇതെല്ലാം ആഫ്രിക്കയിലാണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് വടക്കേ അമേരിക്കയിലാവും നിങ്ങളെ. അപ്പൊ അന്റാർട്ടിക്ക, ഇതെല്ലാം തിരിഞ്ഞ പോലെ നമ്മൾ 7 എണ്ണം കൊണ്ട് പഠിക്കുന്നത്. അതിലിനി മൂന്നാമത്തെ ആയ വടക്കേ അമേരിക്കയെ കുറിച്ചാണ് പറയുന്നത്. വടക്കേ അമേരിക്കയിലെ വിശാലമായ പുൽമേടുകളുടെ പേര് പ്രയറീസ് എന്നാണ്. പ്രയറീസ്. ഏഷ്യയിലെ നമ്മൾ ആദ്യം പറഞ്ഞ ഏഷ്യയില് ഫ്ലോറ ആൻഡ് ഫൗന അല്ലെങ്കിൽ സസ്യ ജന്തുജാലങ്ങളുണ്ട്. ഫ്ലോറ ആൻഡ് ഫൗന എന്ന് വെച്ചാൽ എന്താ? സസ്യങ്ങളും ജന്തുക്കളും കേട്ടോ. അപ്പോൾ ഏഷ്യയില് നമ്മുടെ ഒന്നാമത്തെ കോണ്ടിനെന്റ് ആയ ഏഷ്യയിലെ ജന്തുക്കളും ഒക്കെ ഏതായിരിക്കും കുഞ്ഞുങ്ങളെ? നീലക്കുറിഞ്ഞി, റഫ്ലേഷ്യ, ഹിമപ്പുലി, ചുവന്ന പാണ്ട, ഇതൊക്കെ ഏഷ്യയിലെയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഏഷ്യയിലെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഫ്ലോറ ആൻഡ് ഫൗന ഏതാണ്? ഇതൊക്കെ നമ്മളത് നല്ലപോലെ പഠിച്ചു വെച്ചേക്കണേ. വിശാലമായ പുൽമേടുകൾ ഏതൊക്കെയാണെന്നും അതുപോലെ ഏഷ്യയിലെ സസ്യജന്തുജാലങ്ങൾ ഏഷ്യയിലെ ജന്തു ഫ്ലോറ ആൻഡ് ഫൗന നീലക്കുറിഞ്ഞി, റഫ്ലേഷ്യ, ഹിമപ്പുലി, ചുവന്ന പാണ്ട എന്നിവയാണ്. എങ്ങനെയാണെങ്കിൽ ആഫ്രിക്കയിലെ സസ്യജന്തുജാലങ്ങൾ, ആഫ്രിക്കയിലെ ഫ്ലോറ ആൻഡ് ഫൗന ഏതാ കുഞ്ഞുങ്ങളെ? കറുത്ത കാണ്ടാമൃഗം കേട്ടോ. നമ്മുടെ ടെസ്റ്റിലുണ്ട് ഇതെല്ലാം. കറുത്ത കാണ്ടാമൃഗം. ഇത് ഏഷ്യയുടെ ആണ് കേട്ടോ. ഏഷ്യയിലെ ഓരോരുത്തരുടെയും കണ്ടോ. ഇനി ഞാനിത് നോക്കിയേ. ആഫ്രിക്കയിലെ കറുത്ത നിറത്തിലുള്ള കാണ്ടാമൃഗമുണ്ട്. പിന്നെ ബോയാബാബ് വൃക്ഷം എന്ന് പറയുന്നൊരു മരം കണ്ടോ. ബയോബാബ് കേട്ടോ.
ബയോബാബ്, ഇതൊക്കെ വെറൈറ്റി ആയി. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുമല്ലേ ബയോബാബ് വൃക്ഷം. പിന്നെ ആഫ്രിക്കൻ കാട്ടുനായ ഉണ്ടോ നിങ്ങളെ? ആഫ്രിക്കൻ കാട്ടുനായ നോക്കി, അതിൻ്റെ ദേഹമൊക്കെ ഒന്ന് നോക്കിക്കേ. ആഫ്രിക്കൻ കാട്ടുനായ കേട്ടോ. ബയോബാബ് എന്നാട്ടോ, ബയോബാബ് വൃക്ഷം. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വത നിരയുടെ പേര് പറയാൻ. വടക്കേ അമേരിക്ക ആണേ, മൂന്നാമത്തേതാണ് വടക്കേ അമേരിക്ക. അവിടെ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വത നിരകളുടെ പേര് പറയാൻ. ഏതൊക്കെയാ കുഞ്ഞുങ്ങളെ? റോക്കി, അപ്പലേച്ചിയൻ. ആ പേരൊക്കെ നോക്കിയേ. റോക്കി, അപ്പലേച്ചിയൻ എന്നീ 2 പ്രധാന പർവ്വത നിരയാണ് കേട്ടോ. 28 എണ്ണം ഒക്കെ ആണല്ലോ. അടുത്ത 29ാമത്തെ, വടക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ ഏതെല്ലാമാണ്? ഇത് നല്ലപോലെ അറിയണേ. ഏതാ? ആഫ്രിക്കയിലെ, ഏഷ്യയിലെ നീലക്കുറിഞ്ഞി, റഫ്ലേഷ്യ, ഹിമപ്പുലി, ചുവന്ന പാണ്ട. ആഫ്രിക്ക, രണ്ടാമത്തേതാണ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ, ബയോബാബ് വൃക്ഷം എന്നിവയാണ്. ഇനി മൂന്നാമത്തെ ഏതാ? വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയിലോ കാലിഫോർണിയ പോപ്പി. അടി പടത്തിലുണ്ട് കണ്ടോ. കാലിഫോർണിയ പോപ്പി, സഗ്വാരോ കള്ളിച്ചെടി, കാക്ടസ് കള്ളിച്ചെടി, മൂസിനെ കണ്ടോ. ഇവയൊക്കെ കേട്ടോ. ഓക്കെ, പടം ഉൾപ്പെടെ അതിൽ തന്നിട്ടുണ്ടേ. ഇനി മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ ഇത് താമസിക്കുന്നതിനെ നമ്മൾ ഏത് പേരാ കുഞ്ഞുങ്ങളെ അറിയപ്പെടുന്നത്? കുഞ്ഞിലെ മുതലേ നമ്മൾ പഠിക്കുന്നത് അല്ലേ. മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നതിന് നമ്മൾ എന്താ എസ്കിമോസുകൾ എന്നാ പറയുക. എക്സിമോകൾ അല്ലേ. എക്സിമോകൾ അല്ലെങ്കിൽ ഇന്യൂട്സുകൾ എന്ന് പറയും കേട്ടോ. ഇന്യൂട്സുകൾ എന്നൊക്കെ പറയാം കേട്ടോ. ഇന്യൂട്ടുകൾ, എക്സിമോകൾ. മഞ്ഞ് മൂടിക്കിടക്കുന്ന അവിടെ താമസിക്കുന്ന ആൾക്കാരിടുന്ന ഡ്രസ്സൊക്കെ നോക്കണേ. നിങ്ങൾ നെറ്റിലൊന്ന് നോക്കിയാൽ മതി. അടുത്ത, ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാ കുഞ്ഞുങ്ങളെ? നമ്മുടെ ഭൂമി അല്ലേ, നമ്മുടെ ഭൂമിയിലല്ലേ. ഈ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് ആമസോൺ മഴക്കാടുകളെയാണ് കേട്ടോ. ആമസോൺ മഴക്കാടുകളെയാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിര ഏതാ? ലോകത്തിലെയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിര ആൻഡീസ് ആണ് കേട്ടോ. ആൻറ്റി അങ്കിളും അല്ല, ആൻഡീസ്. ആൻഡീസ്, ആൻറ്റി അങ്കിൾ അല്ല, ആൻഡീസ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിര. ആ ക്ലൂ ഒക്കെ വെച്ച് അങ്ങ് പഠിക്കണം കേട്ടോ. ഏറ്റവും വലിയ നദി ഏതാന്ന് വെച്ചാൽ ആമസോൺ ആണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി, ലോകത്തിലെ ഏറ്റവും വരണ്ട എന്ന് വെച്ചാൽ വെള്ളം കണ്ടിട്ടേ ഇല്ല അല്ലേ. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി തെക്കേ അമേരിക്കയിലെ. ഇനി നമ്മൾ തെക്കേ അമേരിക്കയായി, വടക്ക് നിങ്ങൾ തെക്ക് കയറി കേട്ടോ. തെക്കേ അമേരിക്കയിലെ ഏതാ നോക്കിക്കഴിഞ്ഞാൽ അറ്റക്കാമ. സ്പെല്ലിംഗ് ഒക്കെ നോക്കണേ. അറ്റക്കാമ ഇംഗ്ലീഷ് ഞാനിപ്പോൾ തരാം കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശങ്ങളിൽ ഒന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻഡനൽ എന്ന് പറയുന്നത് കേട്ടോ. പാൻഡനൽ ലോകത്തിലെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശങ്ങളാണ് പാൻഡനൽ. വൺവേഡിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഒരുപാട് വൺവേഡ് ഉണ്ട് കേട്ടോ. തെക്കേ അമേരിക്കയിലെ സസ്യജാലങ്ങൾ, നമ്മളപ്പോൾ വടക്കേ അമേരിക്ക, ഏഷ്യയുടെ ജന്തുജാലങ്ങൾ പഠിച്ചു. പിന്നെ അന്റാർട്ടിക്ക പഠിച്ചു, വടക്കേ അമേരിക്ക പഠിച്ചു. തെക്കേ അമേരിക്കയാണ് ഇപ്പോൾ പറയുന്നത്. ലാമ, കാപ്പിബാര, ആമസോൺ വാട്ടർ ലില്ലി, ആൻഡിയൻ ലൂപ്പിൻ. ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ. കണ്ടോ ചിത്രം കണ്ടോ? ആമസോൺ വാട്ടർ ലില്ലി, ആൻഡിയൻ ലൂപ്പിൻ. ഇത് നല്ല രസമുണ്ട് നിങ്ങളെ. ഇത് നിങ്ങൾ നെറ്റിൽ അടിച്ച് നോക്കാൻ കാണാം. നീല നിറത്തിലുള്ള പൂക്കൾ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അതുപോലെ തന്നെ ലാമ ഉണ്ട്, നമ്മുടെ ഈ ചെമ്മരിയാടിൻ്റെ ഒക്കെ കൂട്ടിരിക്കുന്ന ഒരു ഇതാ ലാമ. ഇത് കണ്ടോ കാപ്പിബാര കണ്ടോ, കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നുണ്ടോ കാപ്പിബാര. ഇത് എവിടുത്തെയാണ്? നമ്മുടെ തെക്കേ അമേരിക്കയുടെ സസ്യജന്തുജാലങ്ങളെ കുറിച്ചാണ്. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ്. അടുത്തത് ഏതാ? അന്റാർട്ടിക്ക. എന്താ നിങ്ങളെ? അന്റാർട്ടിക്ക. അടുത്തതാണ് അന്റാർട്ടിക്ക. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. 37. അടുത്ത 38, അന്റാർട്ടിക്കയെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്ന പർവ്വതനിര ഏതാ? അന്റാർട്ടിക്കയെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്ന പർവ്വതനിര ഏതാണ്? ട്രാൻസ് അന്റാർട്ടിക്ക പർവ്വതനിരയാണ് കേട്ടോ. ഇനി അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം, അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് വിൻസൺ മാസിഫ് കേട്ടോ. വിൻസൺ മാസിഫ്. വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന ശീത മരുഭൂമി.
എല്ലാ വർഷവും മഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കുക. ഏതാ? അന്റാർട്ടിക്കയിലാണ് കേട്ടോ. അന്റാർട്ടിക്കയിലെ പ്രധാന സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാ? ആ മഞ്ഞ് മൂടി ഫുള്ള് കിടക്കുമെങ്കിൽ നമുക്കറിയാം, പെൻഗിന്, സീലുകൾ, പായലുകൾ, ഇതെല്ലാമാണ് അവിടുത്തെ സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ കേട്ടോ. മനുഷ്യവാസം അവിടെ തീരെ, കാരണം ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുമെങ്കിൽ ആരെങ്കിലും അവിടെ താമസം, അതുപോലെ കട്ടിയുള്ളവർക്കേ പോകാൻ പറ്റൂ അല്ലേ. മനുഷ്യവാസം തീരെ ഇല്ലാത്തൊരു ഭൂഖണ്ഡം ഏതാന്ന് ചോദിച്ചാൽ അന്റാർട്ടിക്കയാണ് കേട്ടോ. അടുത്ത, കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കിഴക്കൻ യൂറോപ്പിലെ, യൂറോപ്പാട്ടോ, കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്റ്റെപ്പി അല്ലേ, സ്റ്റെപ്പി എന്ന പേരാണ് കേട്ടോ, സ്റ്റെപ്പി. യൂറോപ്പിന്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പുൽമേടുകൾക്ക് ഏത് പേരാ കുഞ്ഞുങ്ങളെ? യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾക്ക് പറയുന്ന പേരാണ് സ്റ്റെപ്പി. എന്നാൽ ചില ഭാഗങ്ങൾ, ഈ യൂറോപ്പിന്റെ വടക്കൻ തീരങ്ങളിലെ ചില ഭാഗങ്ങളിലെ നമ്മൾ ഫിജോർഡുകൾ എന്നറിയപ്പെടും കേട്ടോ. ഫിജോർഡെന്നും ഫിയോർഡുകളെന്നും അറിയപ്പെടുന്നുണ്ട്. യൂറോപ്പിന്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങളെ ഫിജോർഡുകൾ അല്ലെങ്കിൽ ഫിയോർഡുകൾ കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ അത് എന്താന്ന് കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിലെ സസ്യജന്തുജാലങ്ങൾ എന്തെല്ലാമാണ് നോക്കൂ കുഞ്ഞുങ്ങളെ. കോർക്ക്, ഓക്ക് മരങ്ങള് യൂറോപ്പിന്റെ കേട്ടോ. അങ്ങനെ കേട്ടോ, ഏതൊക്കെയാ? കോർക്ക്, ഓക്ക് മരങ്ങള്, പിന്നെ ആൽപൈൻ സ്റ്റെപ്പി പുൽമേട് കണ്ടോ, ഫുള്ള് പൂവായിരിക്കും അല്ലേ. നോക്കിയേ, ലിങ്ക്സ്, ചീറ്റയുടെ കൂട്ടത്തെ ഒരു ഇനം കണ്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്നാണ്? കോർക്ക്, ഓക്ക് മരങ്ങൾ, ആൽപൈൻ സ്റ്റെപ്പി പുൽമേട്, ലിങ്ക്സ് കേട്ടോ, അതൊരു മൃഗമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമാകും നിങ്ങളെ. നമ്മൾ ഓർമ്മയുണ്ടോ ഏതൻസിനെ കുറിച്ചും റോമിനെ കുറിച്ചും ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? വെറുതെ എന്തിനാ വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു പാഠം പഠിച്ചത് ഓർമ്മയുണ്ടോ? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമാണ് ഏതൻസും റോമും കേട്ടോ. അതെവിടാണ്? യൂറോപ്പിൽ കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിയണേ. 47ാമത്തെ ചോദ്യം, കങ്കാരുവിനെ കാണപ്പെടുന്നത് ഏത് ഭൂഖണ്ഡത്തിലാവും നിങ്ങളെ? ഓസ്ട്രേലിയയിലാണ് കേട്ടോ. കങ്കാരുവിനെ ഏത് ഭൂഖണ്ഡത്തിലാണ് കാണപ്പെടുന്നത്? ഓസ്ട്രേലിയയിലാണ്. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം, ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതായിരുന്നു? ഏഷ്യയാണ്. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിര ഏതാന്ന് ചോദിച്ചാൽ, ഇതിനകത്തിലെയും വൺ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ്. ഓസ്ട്രേലിയയിലെ പ്രധാന എല്ലാത്തിലും പർവ്വതനിരയുണ്ട് കേട്ടോ. ഈ പറഞ്ഞ 7 എണ്ണത്തിലും ഉണ്ട്. ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് എന്നാണ്. ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച്. ഓസ്ട്രേലിയയിലെ സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ ലാസ്റ്റിലത്തെയാണ്. ഈ ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഈ ഓസ്ട്രേലിയയിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ്. ഇതിനകത്തിലെ പർവ്വതനിര ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് ആണ്. ഇവിടെയുള്ള സസ്യജന്തുജാലങ്ങൾ വെച്ചാൽ പ്ലാറ്റിപ്പസ്, ടെസ്റ്റിലുണ്ട് കേട്ടോ, നോക്കണേ നിങ്ങൾ. എല്ലാത്തിൻ്റെയും പടം ഉണ്ട് കേട്ടോ. പ്ലാറ്റിപ്പസ് എന്ന് പറയുന്ന ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടോ? പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, എൻ്റെ മുള്ളമ്പന്നിയുടെ ഒരിനമാണ് അല്ലേ, എക്കിഡ്ന എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞുങ്ങളെ. കോആല, യൂക്കാലിപ്സ്, അക്വേഷ്യ, ഇതൊക്കെ നമുക്കറിയാം. യൂക്കാലിപ്സും അക്വേഷ്യയും ഒക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ നോക്കൂ നിങ്ങളിവിടെ ഏതൊക്കെയാണെന്ന് പഠിച്ചല്ലോ. ഇനി ഓസ്ട്രേലിയയിലെ മരുഭൂമിയുടെ പേര് ഗ്രേറ്റ് വിക്ടോറിയ എന്നാണ് കേട്ടോ. ഗ്രേറ്റ് വിക്ടോറിയ. ആസ്ട്രേലിയയിൽ പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായതിനെ എന്ത് പേരിലാണ് പറയുന്നത്? ആസ്ട്രേലിയയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയൻ റീഫ് എന്നാണ് കേട്ടോ. ഓസ്ട്രേലിയയുടെ പവിഴപ്പുറ്റുകൾ നിറഞ്ഞ മൊത്തം പവിഴപ്പുറ്റുകളുണ്ടല്ലോ, അങ്ങനെയുള്ളതിനെ പറയുന്നത് ഗ്രേറ്റ് ബാരിയൻ റീഫ്. ഓസ്ട്രേലിയയിൽ ഭൂഖണ്ഡത്തിലെ ഫലപുഷ്ടമായ കാർഷിക മേഖല ഏതാണ്? ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തിലെ ഫലപുഷ്ടമായ കാർഷിക മേഖലയ്ക്ക് മുറേ ഡാർലിംഗ് നദീതടം എന്നാണ് പറയുന്നത്. മുറേ ഡാർലിംഗ് നദീതടം. പൂർണ്ണമായിട്ടും സമുദ്രത്താൽ ചുറ്റപ്പെട്ടത് ഏത് ഭൂഖണ്ഡമാകും നിങ്ങൾ? നമ്മൾ 7 എണ്ണത്തിന്റെ പേര് പഠിച്ചല്ലോ. ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഓസ്ട്രേലിയ. വാസ്കോ ഡ ഗാമ ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്? യൂറോപ്പാണ് കേട്ടോ. ഓർമ്മയുണ്ടോ അത് നമ്മൾ പഠിച്ചത്? ലിസ്ബണിൽ നിന്ന് അല്ലേ. യൂറോപ്പിലെ ലിസ്ബണിൽ നിന്നാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത്. അപ്പം 55 വൺ വേർഡാണ്. അപ്പം നമുക്കിനി അതിനകത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എളുപ്പം വായിച്ചു പോകാം. നിങ്ങളത് വൃത്തിയായിട്ട് ആദ്യത്തെ 15 എണ്ണം നമ്മൾ എഴുതിയെടുത്തതാണ് അല്ലേ. അപ്പം ഇനി അത് ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. നെയിം ദ കോണ്ടിനെന്റ് അല്ലേ. അത് നമ്മൾ നോക്കൂ നിങ്ങളിവിടെ. ഇത് നല്ലപോലെ അറിയണം കേട്ടോ. അതായത് അതിന് ഒരു കാര്യം ചെയ്ത് വെച്ച് പഠിക്കാം. ഭൂഖണ്ഡങ്ങൾ എന്നാൽ എന്താണ്? Continents are large land masses that are situated among the oceans. സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്.
മൊത്തം 7 കോണ്ടിനെൻസുകളാണുള്ളത്. 7 കോണ്ടിനെൻസ്. ഏഷ്യ, ആ ഓർഡറിൽ കറക്റ്റ് പഠിക്കണം. ഒന്നാമത്തെ ഏറ്റവും വലുത് ഏഷ്യ, അത് കഴിഞ്ഞ് അതിൽ കുറവ് ആഫ്രിക്ക, അതിൽ കുറവ് നോർത്ത് അമേരിക്ക, അതിൽ കുറവ് സൗത്ത് അമേരിക്ക, അതിൽ കുറവ് അന്റാർട്ടിക്ക, അതിലും കുറവ് യൂറോപ്പ്, ഏറ്റവും ചെറുത് ഓസ്ട്രേലിയ. ഈ ഓർഡറിൽ തന്നെ പഠിച്ചാൽ മതി. ഫസ്റ്റ് ഏതാവും നിങ്ങൾ ഏഷ്യ, ആ ഓർഡറിൽ തന്നെ അങ്ങ് പഠിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോൾ ഒന്നാമത്തെ ഏതാ രണ്ടാമത്തെ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇനി നമ്മുടെ ടെസ്റ്റിനകത്തിൽ ഭൂപടങ്ങൾ നിരീക്ഷിച്ച് നമ്മുടെ ഏഷ്യയുടെ അതിരുകളുണ്ടോ നിങ്ങൾ ഏഷ്യ അല്ലേ, ഈ ഭൂപടം നിരീക്ഷിച്ച് ഏഷ്യയുടെ അതിരുകളുടെ പട്ടിക പൂർത്തിയാക്കുക. ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ദ ബോർഡേഴ്സ് ഏഷ്യ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. നമ്മുടെ ടെസ്റ്റിലൊരു ചോദ്യമുണ്ട് കേട്ടോ, അതിൻ്റെയാണ്. അതായത് ഫസ്റ്റ് ഏഷ്യ, ഓക്കെ, പെസഫിക് ഓഷൻ, ഈസ്റ്റിലാണ് പെസഫിക് ഓഷൻ, വെസ്റ്റ് യൂറോപ്പ്, സൗത്ത് ഇന്ത്യൻ ഓഷൻ, നോർത്ത് ആർട്ടിക് ഓഷൻ കേട്ടോ. കിഴക്ക് പസഫിക് സമുദ്രം, പടിഞ്ഞാറ് യൂറോപ്പ്, തെക്ക് ഇന്ത്യൻ സമുദ്രം, വടക്ക് ആർട്ടിക് സമുദ്രം. നമ്മുടെ ടെസ്റ്റിൽ ഇത് നല്ലപോലെ അങ്ങ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ, ആദ്യത്തെ 3 ഓക്കെ. അടുത്ത 4-മത്തത്, ഓൺ വിച്ച് സൈഡ് ഓഫ് ഏഷ്യ ഈസ് എ ലാൻഡ് ബോർഡർ. ഏഷ്യയുടെ ഏത് ഭാഗത്താണ് കര അതിർത്തി ഉള്ളത്? ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിരയാണ് യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നത്. ദ യൂറൽ മൗണ്ടൻ റേഞ്ച് സിറ്റുവേറ്റഡ് ഓൺ ദ വെസ്റ്റേൺ സൈഡ് ഓഫ് ഏഷ്യ സെപ്പറേറ്റ് ദ യൂറോപ്പ് ആൻഡ് ഏഷ്യ. അപ്പം നമ്മൾ ഇത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ, പടിഞ്ഞാറാണ് കേട്ടോ. അപ്പം നമ്മൾ ഏഷ്യയെക്കുറിച്ചാവും നിങ്ങളെ ഞാൻ പറഞ്ഞില്ല, ഈ പാഠത്തിനകത്തിലെ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഭൂഖണ്ഡമാണ് ഏഷ്യ. നിങ്ങൾ ഏഷ്യയെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു 5 പോയിന്റ് പഠിച്ചിരിക്കണം. ഇത് വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്, ഇത് ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, ഇവിടുത്തെ ജീവികൾ അല്ലെ ആനിമൽസും പിന്നെ അതുപോലെ തന്നെ സസ്യങ്ങൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എങ്ങനെയാണ്, പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു 5 പോയിന്റ് ഈ 7 കോണ്ടിനെന്റിനെ കുറിച്ച് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നോക്കി, നമുക്ക് ഏഷ്യയെക്കുറിച്ചാണ് ഫസ്റ്റ്. ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് കുഞ്ഞുങ്ങളെ, ലാർജ് കോണ്ടിനെന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതം ഏഷ്യയിലാണുള്ളത്. ദ ഹിമാലയ മൗണ്ടൻസ് വെയർ ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. മൗണ്ട് എവറസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഈസ്റ്റ് ഏഷ്യ. ഞാൻ ഇംഗ്ലീഷും മലയാളവും കൂടെ എഴുതിയേക്കുന്നത്, നിങ്ങൾ അവനവൻ്റെ എഴുതിയെടുത്താൽ മതി കേട്ടോ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യ ഈസ് ദ കോണ്ടിനെന്റ് വിത്ത് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. കണ്ടോ, അതായത് മലയാളം എഴുതേണ്ടവർക്ക് മലയാളത്തിലെ ഓരോ വരി എഴുതിയെടുക്കാം, ഇംഗ്ലീഷ് വേണ്ടുന്നവർക്ക് അതും എഴുതാം കേട്ടോ. അടുത്തത്, ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂഖണ്ഡം. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതും നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം നമ്മുടെ ഏഷ്യ കേട്ടോ. ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാടി ഇൻ ദ വേൾഡ്. ഏഷ്യയെക്കുറിച്ച് ഒരുപാട് നമുക്ക് പറയാനുണ്ട് കേട്ടോ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം നോക്കിക്കേ, ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ്, ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ്. പിന്നെ ദ ഹിമാലയ മൗണ്ടൻസ് വെയർ ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. മൗണ്ട് എവറസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഏഷ്യ. പിന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യയാണ്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂഖണ്ഡവും ഏഷ്യയാണ് കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷും അങ്ങ് എഴുതിയെടുക്കണേ. ഈ ഏഷ്യയെക്കുറിച്ച് പറയാനാണെങ്കിൽ വിച്ച് ആർ ദ അതർ മൗണ്ടൻസ് ഇൻ ഏഷ്യ. ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങൾ ഏതൊക്കെയാണെന്നൊരു ചോദ്യം നമ്മുടെ ടെസ്റ്റിലുണ്ട്. കാരക്കോറം റേഞ്ച് ഉണ്ട്, ഹിന്ദു കുഷ് എന്ന് പറയുന്നുണ്ട്, ആൽപ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. ഏതെങ്കിലും ഒരു 2 പേര് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ ലാർജസ്റ്റ് റിവർ ഇൻ ഏഷ്യ? ഏതാ നിങ്ങളെ യാങ്സി ആണ് കേട്ടോ. ഇനി ആ ഏഷ്യയെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്തിൽ ബോക്സിൽ ഡെസേർട്ടിനെ കുറിച്ചും പ്ലെയിൻസിനെ കുറിച്ചും ഒക്കെ ഞാൻ ടെസ്റ്റിൽ കിടപ്പുണ്ട്. എന്താ ഈ ഡിസേർട്ട് എന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയണ്ടേ? അത് നോക്കിയാൽ 2 വരി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഡിസേർട്ട് ആർ റീജിയൻസ് വിത്ത് വെരി ലോ റെയിൻഫാൾ ആൻഡ് വാസ്റ്റ് എറൈഡ് ലാൻഡ് ഏരിയാസ്. ഡെസേർട്ട് ദാറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹീറ്റ് ആർ കാൾഡ് ഹോട്ട് ഡിസേർട്ട് ആൻഡ് ദോസ് വിത്ത് എക്സ്ട്രീം കോൾഡ് ആണെങ്കിൽ ആർ കാൾഡ് കോൾഡ് ഡിസേർട്ട്. അത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മലയാളം എൻ്റെ തൊട്ട് താഴെയുണ്ട്. നോക്കൂ കുഞ്ഞുങ്ങളെ, വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളെയാണ് മരുഭൂമികൾ എന്ന് പറയുന്നത്. ഇവയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നവയുണ്ട്, ഭയങ്കര ചൂട് കേട്ടോ അനുഭവപ്പെടുന്നവയെ നമ്മൾ ഉഷ്ണ മരുഭൂമി, അതാണ് ഹോട്ട് ഡിസേർട്ട് കേട്ടോ. ഉഷ്ണ മരുഭൂമി എന്നും അതിശൈത്യം ഭയങ്കര തണുപ്പ് അനുഭവപ്പെടുന്ന മരുഭൂമിയുണ്ട്, അതിനെ നമ്മൾ കോൾഡ് ഡിസേർട്ട് അല്ലെങ്കിൽ ശീത മരുഭൂമി എന്നും പറയുന്നു. അടുത്ത നമ്മൾ പ്ലെയിൻസ് എന്നാൽ എന്ത്, സമതലങ്ങൾ എന്നാൽ എന്താണ്? ലാൻഡ് ഏരിയാസ് ദാറ്റ് ആർ ആൾമോസ്റ്റ് ഫ്ലാറ്റ് ആർ കാൾഡ് പ്ലെയിൻസ്.
ലാൻഡ് ഏരിയാസ് ദാറ്റ് ആർ ആൾമോസ്റ്റ് ഫ്ലാറ്റ് ആർ കാൾഡ് പ്ലെയിൻസ്. അലൂവിയൽ പ്ലെയിൻസ് ആർ ഫോംഡ് ഫ്രം the sediments deposited by rivers. These are generally fertile. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതിയെടുക്കണേ, 2 വരിയേ ഉള്ളൂ. മലയാളം മീഡിയക്കാരെങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? അവിടെ സമതലങ്ങൾ, പ്ലെയിൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം സമതലങ്ങൾ. അതായത് ലാൻഡ് ഏരിയാസ് ദാറ്റ് ആർ ആൾമോസ്റ്റ് ഫ്ലാറ്റ് ആർ കാൾഡ് പ്ലെയിൻസ്. ഏറെക്കുറെ നിരപ്പായ, ഫ്ലാറ്റ് എന്ന് വെച്ചാൽ എന്താ? നിരപ്പായ വിശാലമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ അല്ലെങ്കിൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് കേട്ടോ. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട അലൂവിയൽ പ്ലെയിൻസ് എന്ന് വെച്ചാൽ എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. എക്കൽ സമതലങ്ങൾ, അലൂവിയൽ പ്ലെയിൻസ് എന്ന് വെച്ചാൽ എക്കൽ സമതലങ്ങൾ എന്നാണ് കേട്ടോ. പിന്നെന്താ കുഞ്ഞുങ്ങളെ, അവിടെ എക്കൽ സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവ പൊതുവേ എന്താണ്? നല്ല ഫലപുഷ്ടി ഉള്ളതാണ് കേട്ടോ. ഫെർട്ടൈലാണ്, നല്ല ഫലപുഷ്ടി ഉള്ളതാണ്. ദീസ് ആർ ജനറലി ഫെർട്ടൈൽ കേട്ടോ. അടുത്ത എന്താണ് പ്ലേറ്റ്യൂസ്? പീഠഭൂമികൾ എന്നാൽ എന്താണ്? പീഠഭൂമി, ലാൻഡ് ഏരിയാസ് ദാറ്റ് ആർ എലവേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ് റീജിയൻസ് ആൻഡ് വിത്ത് എ കമ്പറേറ്റീവ്ലി ഫ്ലാറ്റ് സർഫേസ് ആർ കാൾഡ് പ്ലേറ്റ്യൂസ്. Land areas that are elevated from the surrounded regions and with a comparatively flat surface are called plateaus. നമ്മുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉയർന്നതും താരതമ്യേന നിരപ്പായതും ഉപരിതലത്തോടു കൂടിയതുമായ വിസ്തൃത ഭൂപ്രദേശമാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. മുമ്പ് ഞാൻ വൺ വേർഡിനകത്തിൽ ഇതൊക്കെ പറഞ്ഞില്ലേ, ഇംഗ്ലീഷിൽ പറയാമെന്ന്. അതായത് കേട്ടോ, പ്ലേറ്റ്യൂസ് എന്താണ്, ഡെസേർട്ട് എന്താണ്, യാങ്സി എന്താണ്, ഇതൊക്കെ അറിയണേ. ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് യാങ്സി. ഇനി നോക്കിക്കേ, ഭൂപ്രകൃതി വിഭാഗത്തെക്കുറിച്ച് പറയാൻ ഹിമാലയം അല്ലേ. ഹിമാലയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പോഴേ ഓർത്തോണം അതൊരു മൗണ്ടനാണ്, ഒരു പർവ്വതമാണ്. പിന്നെ മഞ്ചൂരിയൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ഓർത്തോണം? അതൊരു സമതലമാണ്, പ്ലെയിൻസ് ആണ്. മഞ്ചൂരിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലെയിൻസ് കേട്ടോ, എന്ന് വെച്ചാൽ സമതലങ്ങളാണ്. താർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? താർ എന്ന് പറഞ്ഞാൽ ഒരു ഡെസേർട്ടാണ്, ഒരു മരുഭൂമിയാണ് കേട്ടോ. ഇനി ലഡാക്ക് എന്ന് കേട്ടാലോ? ലഡാക്ക് ഒരു കോൾഡ് ഡിസേർട്ടാണ്, ശീത മരുഭൂമിയാണ്. യാങ്സി ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, അതൊരു വാലിയാണ്, താഴ്വരയാണ്. ഡെക്കാൻ എന്ന് കേൾക്കുമ്പോഴേ അതൊരു പ്ലേറ്റ്യൂ ആണ് കേട്ടോ, പീഠഭൂമിയാണ്. അപ്പം മലയാളം മീഡിയക്കാർ അവരുടെ, ഇംഗ്ലീഷ് മീഡിയക്കാർ അതും മലയാളം മീഡിയക്കാർ അവരുടെയും എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, അടുത്ത 12ാമത്തെ ചോദ്യം ഏഷ്യയുടെ ക്ലൈമറ്റിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞില്ല ഏഷ്യ പറയാനെങ്കിൽ ഇച്ചിരി തോനെയുണ്ട്, ബാക്കിയുള്ളതൊക്കെ കുറേശ്ശെ ഉള്ളൂ നിങ്ങൾ കേട്ടോ. ഏഷ്യ ക്ലൈമറ്റിനെ കുറിച്ച് നോക്കൂ നിങ്ങളെ. ആസ് ദ നോർത്തേൺ പാർട്ട് ഓഫ് ഏഷ്യ ഈസ് ലൈ ക്ലോസ് ടു ദ പോളാർ റീജിയൻസ്, ഇറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ്. The eastern part experience moderate heat and cold because of the proximity to the oceans. ആസ് ദ നോർത്തേൺ പാർട്ട് എന്ന് വെച്ചാൽ ഏഷ്യയുടെ വടക്ക് ഭാഗം എന്താണ്? പോളാർ റീജിയൻ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ നമ്മുടെ ഏഷ്യയുടെ വടക്ക് ഭാഗം ഈ പോളാർ റീജിയൻ എന്ന് വെച്ചാൽ ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അവിടെ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. എന്നാൽ സമുദ്ര സാമീപ്യമുള്ളതിനാൽ കിഴക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് ഉള്ളത്. ഓക്കെ ആണോ? എന്നാൽ സിൻസ് ദ സദേൺ റീജിയൻ, ഇത് ഓരോരുത്തടുത്ത നോർത്തേണിൽ എന്താന്ന് നോക്കിക്കേ, നല്ല അവിടെ പോളാർ റീജിയൻ എന്ന് വെച്ചാൽ ധ്രുവപ്രദേശമായതുകൊണ്ട് നമ്മുടെ ഏഷ്യയുടെ നാല് വശത്തെക്കുറിച്ചോ നിങ്ങളെ വടക്ക് ഭാഗത്ത് ധ്രുവപ്രദേശമായതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഈസ്റ്റേൺ കിഴക്ക് ഭാഗത്തോ അവിടെ സമുദ്രമുണ്ട് അല്ലേ, വെള്ളമുണ്ട്, സമുദ്രം ഉള്ളതുകൊണ്ട് കിഴക്ക് ഭാഗത്ത് മിതമായ ചൂടും നല്ല ചൂടുമുണ്ട്, എന്താ തണുപ്പുമുണ്ട്, രണ്ടും അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ സദേൺ റീജിയൺ ഉണ്ട് കുഞ്ഞുങ്ങളെ, എന്ന് വെച്ചാൽ തെക്ക് ഭാഗത്ത് എന്താണെന്നോ ക്ലോസ് ടു ദ ഇക്വേറ്റർ എന്ന് വെച്ചാൽ ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ ഈ തെക്ക് ഭാഗത്ത് എന്താ നോക്കിക്കേ, ഹോട്ട്, ഇറ്റ് ഈസ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആൻഡ് ഹാസ് ഹെവി റെയിൻഫാൾ. ചൂടുമുണ്ട്, ഈർപ്പവുമുണ്ട്, കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ് സദേൺ റീജിയണൽ കേട്ടോ. ഇവിടെ തെക്ക് ഏഷ്യയുടെ നമ്മൾ വടക്ക് നോക്കുമ്പം അവിടെ ധ്രുവപ്രദേശമായതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. പിന്നെ ഈസ്റ്റേൺ പാർട്ട് നോക്കുവാണെങ്കിൽ അവിടെ സമുദ്രമുള്ളത് കൊണ്ട് എന്താ കുഞ്ഞുങ്ങളെ അവിടെ സാധാരണ ചൂടുമുണ്ട് തണുപ്പുമുണ്ട് രണ്ടുമുണ്ട് അല്ലേ. പക്ഷേ അത് കഴിഞ്ഞ് സദേൺ പാർട്ടിലോ പറയുന്നത് ശരിയല്ലേ? ഓക്കെ, സദേൺ പാർട്ട് എന്ന് വെച്ചാൽ എന്താ, തെക്ക് ഭാഗത്ത് ഇക്വേറ്റർ ഭൂമധ്യരേഖാ പ്രദേശമായതുകൊണ്ട് അവിടെ ചൂടും ഈർപ്പവും കനത്ത മഴയും ഒക്കെ ഉള്ളതാണ് കേട്ടോ തെക്ക് ഭാഗത്ത്. എന്നാൽ അപ്പോൾ പടിഞ്ഞാറോ
നമ്മുടെ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തോ പൊതുവേ ചൂട് കൂടുതലാണ് കേട്ടോ. അവിടെ എന്താ മരുപ്രദേശമാണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, ദ എറൈഡ് വെസ്റ്റേൺ റീജിയൻസ് ടെമ്പറേച്ചർ ഈസ് ജനറലി ഹൈ ആയിരിക്കും കേട്ടോ. ഓരോ ഇത് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓരോ ഇത് സദേണിലും എന്താ വെസ്റ്റേണിലുമാണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടെണ്ണം. ഇത് സദേണും വെസ്റ്റേണും. ഇവിടെ രണ്ടെണ്ണം പറഞ്ഞിരിക്കുന്നത് ഏതാ, നോർത്തേണും ഈസ്റ്റേണുമാണ്. അപ്പം നമ്മുടെ ഏഷ്യയുടെ 4 വശവും എങ്ങനെയാണെന്നാണ്, ഏഷ്യയുടെ ക്ലൈമറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? ഇനി അതിൻ്റെ നോക്കിയേ, ഏഷ്യയിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? ദ റീജിയൻസ് ദാറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ്. ഏതാവും നിങ്ങളെ? സൈബീരിയ. മുമ്പ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് മൗസ് സിൻഡ്രം. ഇത് ടെസ്റ്റിലെ ചോദ്യമാണ്. ഇൻ റീജിയൻസ് വിത്ത് ദ ഹയസ്റ്റ് റെയിൻഫാൾ ഇൻ ദ വേൾഡ് മൗസ് സിൻഡ്രം അല്ലേ. അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശമോ മുമ്പ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ദ റീജിയൻസ് ദാറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹീറ്റ് അറേബ്യൻ ഡിസേർട്ട് ആണ് ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. 13. 14 അവിടുത്തെ ഏഷ്യയുടെ സസ്യജന്തുജാലങ്ങൾ ഏതെല്ലാമാണ്? മുമ്പ് അത് നമ്മൾ പറഞ്ഞതാണ്. റഫ്ലേഷ്യ, നീലക്കുറിഞ്ഞി, ഹിമപ്പുലി, ചുവന്ന പാണ്ട, ഇതൊക്കെ ഏഷ്യയിലെ ജന്തുജാലങ്ങളാണ്. അവിടുത്തെ ഹ്യൂമൻ ലൈഫ് എങ്ങനെയാവും നിങ്ങളെ? ഈ ഏഷ്യയുടെ ജനജീവിതം എങ്ങനെയാണ്? ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. ഏഷ്യ ഇസ് ദ കോണ്ടിനെന്റ് വിത്ത് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും ഏഷ്യയാണ്. ഏഷ്യ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാഡി ഇൻ ദ ഫീൽഡ്. ഇത്രയാവും നിങ്ങളെ നമ്മുടെ ഏഷ്യയെ കുറിച്ചുള്ളത് കേട്ടോ. അടുത്ത രണ്ടാമത്തെ ആളാണ് നമ്മുടെ ആഫ്രിക്ക. ഓരോ കോണ്ടിനെന്റിനെ കുറിച്ച് ഏഷ്യ ഇച്ചിരി തോനെ ഉണ്ടായിരുന്നു. അത് ഒരുപാട് കാര്യങ്ങൾ ഏഷ്യയെക്കുറിച്ച് പറയാനുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ ഓരോ കോണ്ടിനെന്റ് കുറച്ചേ ഉള്ളൂ കേട്ടോ. പേടിക്കണ്ട, ഇതെല്ലാം കൂടെ എങ്ങനെ പഠിക്കുകയെന്നല്ലേ. എല്ലാം വൺ വേർഡാ കേട്ടോ. കേട്ടാൽ തന്നെ മനസ്സിലാവുന്നതാ. ആഫ്രിക്ക ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ദിസ് ഈസ് ദ കോണ്ടിനെന്റ് ദാറ്റ് ഈസ് സ്പ്രെഡ് ആൾമോസ്റ്റ് ഈക്വലി ഇൻ ദ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. തുല്യമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന, അതായത് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും, നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും അല്ലേ. അതായത് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏറെക്കുറെ ആൾമോസ്റ്റ് ഈക്വലി അല്ലേ, തുല്യമായിട്ട് വ്യാപിച്ച് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഭൂഖണ്ഡമാണ് ഏതാവും നിങ്ങളെ? ആഫ്രിക്ക കേട്ടോ. Sahara, the largest hot desert in the world, and Congo river basins covered with tropical rainforest are the features of this continent. ഞാൻ എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു 5 എണ്ണം വീതം അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആഫ്രിക്കയിൽ നിന്ന് കേൾക്കുമ്പോഴേ അതിനകത്തിൽ ആഫ്രിക്ക സെക്കൻഡാണ്, സഹാറ, കോങ്കോ റിവർ നദി, ഹയസ്റ്റ് മൗണ്ടൻ കോണ്ടിനെന്റ്, ഇതൊക്കെ കണ്ട് ഇതിനകത്തിൽ വരുന്നു കേട്ടോ. ഈ 5 എണ്ണം വെച്ച് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും കേട്ടോ. മനസ്സിലാവുന്നു? റിവർ നൈല്, അതായത് വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഭൂഖണ്ഡമാണ് നമ്മുടെ ആഫ്രിക്ക. ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും എന്ന് വെച്ചാൽ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും കേട്ടോ. തുല്യമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണ് ഇത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയായ സഹാറയും ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടവും ഈ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയായ റിവർ ഉണ്ടല്ലോ, ഏതാ? നൈല്. ഈ ഭൂഖണ്ഡത്തെ ഏതാ? ആഫ്രിക്കയിലാണ്. ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാവും നിങ്ങളെ കിളിമഞ്ചാരോ. ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദീസ് കോണ്ടിനെന്റ് ഈസ് കിളിമഞ്ചാരോ. സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണേ. അപ്പോൾ ആഫ്രിക്കയാണ്. ഇനി ആഫ്രിക്കയുടെ നോക്കൂ നിങ്ങളെ, അതിനകത്തിൽ സഹാറ മരുഭൂമി നമ്മൾ പറഞ്ഞല്ലോ. അതിനകത്തിലൊരു കാര്യം പറഞ്ഞതാ, ലാർജസ്റ്റ് ഹോട്ട് ഡിസേർട്ട് ഇൻ ദ വേൾഡ്. ഏതാ? സഹാറയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സഹാറ എന്ന് വെച്ചാൽ എന്താ? ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് ഈ സഹാറ. വിശാലമായ മണൽമേടുകളും പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന ഈ സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. The Sahara is the largest hot desert in the world. This desert with vast sand dunes and rocky plateaus is the habitat of various flora and fauna. കേട്ടോ, മലയാളക്കാരത് എഴുതിയെടുക്കണേ. ഇംഗ്ലീഷ് നോക്കിയോ നിങ്ങളെ. അടുത്ത ഉഷ്ണ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന്, ഇത് നമ്മുടെ ടെസ്റ്റിൽ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കേട്ടോ. എന്താണെന്നൊന്ന് അറിയണം. എന്താണ് ഈ ഉഷ്ണമേഖലാ മഴക്കാടുകൾ? ഉഷ്ണമേഖല ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളെയാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. നമ്മുടെ ഭൂമിയുടെ മധ്യരേഖ ആ സ്ഥലത്ത് കാണപ്പെടുന്ന സമൃദ്ധവും
ഇടതൂർന്നതുമായ വനങ്ങളെയാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്ന് പറയുന്നത്. ഇവിടെ വർഷം മുഴുവൻ ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു. സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളായതിനാൽ ഇവയ്ക്ക് മഴക്കാടുകൾ എന്ന പേരും ലഭിച്ചു. Tropical rainforests are the rich and dense forest seen in the equatorial region. This region experiences extreme heat and receives high rainfall throughout the year. These forests are called, അതുകൊണ്ട് ഇതിനെ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ മഴക്കാടുകൾ എന്ന് പറയുന്നു. They grow in regions with heavy rain. എന്താ ഇവിടെ മഴ നല്ലതുപോലെ സമൃദ്ധമായിട്ട് ലഭിക്കുന്നതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളെ അവിടെ വളരുന്ന കാടുകളെ നമ്മളെന്താ മഴക്കാടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത 19ാമത് ഇനി നമ്മൾ പഠിക്കുന്നത് ആഫ്രിക്കയുടെ ഏറ്റവും വലിയ ഉഷ്ണഭൂമി ഏതാണ്? ദ ലാർജസ്റ്റ് ഹോട്ട് ഡിസേർട്ടാണ് സഹാറ. ഏറ്റവും ഉയരമുള്ള പർവ്വതം അത് ഹയസ്റ്റ് മൗണ്ടൻ കിളിമഞ്ചാരോ ആണ്. മഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലം ദ റിവർ ബാസിൻ വിത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കോങ്കോ നദിയാണ്. ദ വാസ്റ്റ് ഗ്രാസ്ലാൻഡ് വിശാലമായ പുൽമേടുകൾ സാവന്ന. അവിടുത്തെ മൃഗങ്ങൾ, ആഫ്രിക്കയിലെ മൃഗങ്ങൾ ഏതൊക്കെയാണ്? കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ, അല്ലേ? കുറെ നമ്മൾ അത് ഇപ്പം അടുത്തി കണ്ടതാ. അടുത്തതാവും നിങ്ങളെ 3ാമത്തെ. അപ്പൊ ഏഷ്യ പറഞ്ഞു, ആഫ്രിക്ക പറഞ്ഞു. 3ാമത്തെ ഏതാണ്? നോർത്ത് അമേരിക്കയെ കുറിച്ചാണ്. അതായത് വടക്കേ അമേരിക്ക. നോക്കിക്കേ, നോർത്ത് അമേരിക്ക ഈസ് ദ കോണ്ടിനെന്റ്. North America is a continent that has some of the developed countries and big cities in the world. ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് നമ്മുടെ വടക്കേ അമേരിക്ക. ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. അപ്പലാച്ചിയൻ, ആ പേര് നോക്കണേ. Appalachian and Rocky Mountains are two major mountains range situated in North America. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വത നിരകളാണ് റോക്കിയും അപ്പലേച്ചിയും. കേട്ടോ, അപ്പലേച്ചിയൻ. The fertile plains in these continent are known as the Great Plains. ഈ ഭൂഖണ്ഡത്തിലെ ഫലപുഷ്ടമായ സമതലങ്ങളെ മഹാസമതലങ്ങൾ അല്ലെങ്കിൽ ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് പറയുന്നു. The prairies are the vast grasslands of North America. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറീസ്. നമ്മൾ ഈ വൺ വേർഡ് എല്ലാം ആദ്യത്തേത് പറഞ്ഞതാണ്, എന്നാലും ഇംഗ്ലീഷ് അതിലില്ലായിരുന്നല്ലോ. ഇതെല്ലാം ഇംഗ്ലീഷും മലയാളവും കൂടെ കേട്ടോ. അപ്പോൾ നോർത്ത് അമേരിക്കയെ കുറിച്ചാവും നിങ്ങളെ ഞാൻ എല്ലാത്തിനെയും നിങ്ങൾ നോക്കിയാൽ മതി. നോക്കി എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് നോക്കിയാണ് എല്ലാത്തിൻ്റെയും 5 പോയിന്റ് വീതം, മിനിമം 5 പോയിന്റ് എങ്കിലും പഠിക്കണം കേട്ടോ. മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിലുണ്ട്. പഞ്ചമഹാതടങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങളും ഇവിടെയുണ്ട് കേട്ടോ. പഞ്ചമഹാതടാകങ്ങൾ. സെവറൽ റിവേഴ്സ് ഇൻക്ലൂഡിംഗ് ദ മിസോറി ആൻഡ് മിസിസിപ്പി ആർ ദെയർ ഇൻ നോർത്ത് അമേരിക്ക. 5 fresh water lake which are known as the 5 great lakes are also this continent. Okay. അതിനകത്ത് തന്നെ ഗ്രാൻഡ് കാനിയോണിനെ കുറിച്ചൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഗ്രാൻഡ് കാനിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ? വടക്കേ അമേരിക്കയിലെ, നമ്മൾ 3ാമത് വടക്കേ അമേരിക്കയാണേ, വടക്കേ അമേരിക്കയിലെ അരിസോണ, ആ പേര് നോക്കണേ കുഞ്ഞേ, അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയായ ഗ്രാൻഡ് കാനിയോൺ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ്. ദ ഗ്രാൻഡ് കാനിയോൺ വിച്ച് ഈസ് ദ ഹ്യൂജ് വാലി സിറ്റുവേറ്റഡ് ഇൻ അരിസോണ ഇൻ നോർത്ത് അമേരിക്ക ഇൻ ദ വണ്ടർ ഓഫ് ദ നേച്ചർ. അതുപോലെ തന്നെ ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വീതിയും 1500 മീറ്റർ ആഴവുമുള്ള വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാനിയോൺ. നോക്കണേ അല്ലേ എത്രയൊക്കെയാ? ദ ഗ്രാൻഡ് കാനിയോൺ ഈസ് എ ഹ്യൂജ് വാലി വിച്ച് ഈസ് അബൌട്ട് 446 കിലോഗ്രാം ലോങ്, അല്ലേ, ഈ 29 kg വൈഡ് ആൻഡ് മോർ ദാൻ 1500 ഡെപ്ത് കേട്ടോ, അല്ലെ ഡീപ്പും കേട്ടോ. എത്രത്തോളം അതിൻ്റെ ആഴം ഉണ്ടെന്ന് നോക്കിക്കേ. ഗ്രാൻഡ് കാനിയോൺ എന്ന് വെച്ചാൽ എന്താണ്? 21. ഓക്കെ ആണോ? അടുത്ത
കൊളറാഡോ നദിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ബൃഹത് താഴ്വര. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടം കൂടിയാണ് കേട്ടോ. ദിസ് ഹ്യൂജ് വാലി വാസ് ഫോംഡ് ആസ് ദ റിസൾട്ട് ഓഫ് ദി ആക്ഷൻസ് ഓഫ് റിവർ കൊളറാഡോ അല്ലേ, കൊളറാഡോ എന്ന് അല്ലേ, എൻ്റെ മലയാളം ഉണ്ട്, കൊളറാഡോ ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. ദിസ് ഈസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കേട്ടോ. ലോക പൈതൃക ഇടം എന്നറിയപ്പെടുന്നത് യുനെസ്കോ. ആ പേരൊക്കെ നോക്കണേ. ഇനി നമ്മൾ പഠിച്ച ഏതാണ്, വടക്കേ അമേരിക്കയിലാണ്. അവിടുത്തെ മൃഗങ്ങൾ ഏതൊക്കെയായിരുന്നു? കാലിഫോർണിയ പോപ്പി, മ്യൂസ്, നഗ്വാര അല്ലെ, കള്ളിച്ചെടി, ഇവയൊക്കെയാണ്. മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നതിനെ നമ്മൾ എന്താ മുമ്പ് പറഞ്ഞു, ഇന്യൂട്സ് അല്ലെ, അല്ലെങ്കിൽ എസ്കിമോകൾ എന്നൊക്കെ പറഞ്ഞു. ഇന്യൂട്സ് അല്ലെങ്കിൽ എസ്കിമോസ് ഹു ലിവ് ഇൻ ദ സ്നോയി ഏരിയ ഇൻ അനദർ ഫീച്ചർ ഓഫ് ദീസ് കോണ്ടിനെന്റ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്തൊത്തിനെയായിരുന്നു നിങ്ങളെ? ആമസോൺ മഴക്കാടുകളെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മൾ ഡാഷ് ആർ കാൾഡ് ലങ്സ് ഓഫ് ദ എർത്ത്. അടുത്ത നമ്മൾ തെക്കേ അമേരിക്കയെ കുറിച്ചാവും നിങ്ങളെ പറയാൻ പോകുന്നത്. ആമസോൺ റെയിൻ ഫോറസ്റ്റിനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, നമ്മളിവിടെ മലയാളം അതിൻ്റെ പറഞ്ഞു. എന്താണ്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളെയാണ്. ഇനി നമ്മൾ 4ാമത്തെ കോണ്ടിനെന്റ് ആണ് സൗത്ത് അമേരിക്ക അല്ലെ, തെക്കേ അമേരിക്ക. നോക്കൂ നിങ്ങളെ, ആ പേരൊക്കെ ഒന്ന് നോക്കണേ. ആൻഡീസ് എന്നാട്ടോ, ആൻഡീസ് മൗണ്ടൻ. മുമ്പ് നമ്മൾ പറഞ്ഞു ആൻഡി അങ്കിളിന്റെ, ഓർമ്മയുണ്ടോ? The Andes mountain range, which is the longest in the world, and Amazon, the largest river on the earth, are the South America. The major part of the vast Amazon river basin is a rainforest. The Atacama, മുമ്പ് പഠിച്ചല്ലേ, Atacama, which is the most arid desert in the world, is another geographical features of South America. നമ്മൾ ഇനി സൗത്ത് അമേരിക്കയെ കുറിച്ചാണ് പഠിക്കുന്നത്. അവിടെ എന്തൊക്കെയാ? ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസും ഏറ്റവും വലിയ നദിയായ ആമസോണും നമ്മുടെ തെക്കേ അമേരിക്കയിലാണ്, സൗത്ത് അമേരിക്കയിലാണ്. ഏതൊക്കെയാ? ആൻഡീസും ആമസോണും ഒക്കെ. അതിവിശാലമായ ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിന്റെ ഭൂരിഭാഗവും മഴക്കാടുകളാണ്, റെയിൻ ഫോറസ്റ്റുകളാണ് അല്ലേ. അറ്റക്കാമ തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷതയാണ്. അറ്റക്കാമ കേട്ടോ, പേരൊക്കെ ഒന്ന് നോക്കണേ നിങ്ങൾ. അറ്റക്കാമ ലോകത്തിലെ തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷത. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശമാണ് തെക്കേ അമേരിക്കയിലെ പാൻറ്റനൽ ഈസ് ദ സൗത്ത് അമേരിക്ക ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രോപ്പിക്കൽ വെറ്റ് ലാൻഡ് ഏരിയ കേട്ടോ. വെറ്റ് ലാൻഡ് ഏരിയാസ് ഇൻ ദ വേൾഡ്. ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശം. വെറ്റ് ലാൻഡ് ഏരിയ എന്ന് വെച്ചാൽ എന്താ? തണ്ണീർത്തട പ്രദേശം കേട്ടോ. ഏതാണ്? പാൻറ്റനൽ. ഇത് ഒരുപാട് വാക്കുകൾ നിങ്ങൾ ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നുണ്ടോ നിങ്ങളെ കേട്ടോ. അതൊക്കെ വൺ വേർഡാണ്, ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇനി സൗത്ത് അമേരിക്കയിലെ ഫ്ലോറ ആൻഡ് ഫൗന, അവിടുത്തെ സസ്യജാലങ്ങൾ അല്ലേ. 4ാമത്തെ ആയിരുന്നു ഏതാ? ആൻഡിയൻ ലൂപ്പിൻ, ആമസോൺ വാട്ടർ ലില്ലി, ലാമ, കാപ്പിബാര, ഇവയൊക്കെ ഏതാണ്? സൗത്ത് അമേരിക്കയിലെ സസ്യങ്ങളും ജന്തുക്കളുമാണ്. ഇനി 5ാമത്തെ ഏതാവും നിങ്ങളെ? അന്റാർട്ടിക്കയെ കുറിച്ചാണ്. വൈറ്റ് കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്നത് നമ്മുടെ അന്റാർട്ടിക്കയാണ് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ നിങ്ങളെ. വൈറ്റ് കോണ്ടിനെന്റ്, വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. നോക്കണേ, അത് ട്രാൻസ് അന്റാർട്ടിക് മൗണ്ടൻസ് റേഞ്ച് ഡിവൈഡ് ദ കോണ്ടിനെന്റ് ഓഫ് ഈസ്റ്റേൺ അന്റാർട്ടിക്ക ആൻഡ് വെസ്റ്റേൺ അന്റാർട്ടിക്ക. ഈ ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും, നോക്കണേ, കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിച്ചിരിക്കുന്നത് ട്രാൻസ് അന്റാർട്ടിക് മൗണ്ടൻ ആണ് കേട്ടോ. ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ അന്റാർട്ടിക്ക ഈസ് വിൻസൺ. ആ പേര് നോക്കണേ നിങ്ങളെ, വിൻസൺ മാസിഫ് ആണ് ഹയ്യസ്റ്റ് മൗണ്ടൻ ഇൻ അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം ഏതാ? നമ്മൾ ഈ 7 കോണ്ടിനെന്റ് പഠിക്കുന്നതിലും ഏറ്റവും വലുതേതാ ചെറുതേതാ എന്നൊക്കെ ഒരുപാട് പഠിച്ചു കേട്ടോ. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് വിൻസൺ മാസിഫ് കേട്ടോ. അന്റാർട്ടിക്ക ഈസ് ദ കോൾഡ് ഡിസേർട്ട് വിച്ച് ഈസ് കവേർഡ് ബൈ സ്നോ ത്രൂ ഔട്ട് ദ ഇയർ. ഒരു വർഷം മുഴുവൻ ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മരുഭൂമിയാണ് നമ്മുടെ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. വർഷം മുഴുവനും എപ്പോൾ നോക്കിയാലും അവിടെ മഞ്ഞ് മൂടിക്കിടക്കുക ഇവിടെ അന്റാർട്ടിക്കയിൽ. അതുകൊണ്ട് എന്താ, അവിടെ മനുഷ്യവാസം തീരെ ഇല്ലാത്ത ഭൂഖണ്ഡമാവും നിങ്ങളെ അന്റാർട്ടിക്ക കേട്ടോ. ഹ്യൂമൻ ഹാബിറ്റേഷൻസ് ഈസ് വെരി ലിമിറ്റഡ് ഇൻ അന്റാർട്ടിക്ക കേട്ടോ.
അപ്പോൾ ഇതാ കുഞ്ഞുങ്ങളെ അന്റാർട്ടിക്കയെക്കുറിച്ച്. ഇനി അടുത്ത നമ്മൾ ആറാമത്തത് യൂറോപ്പിനെ കുറിച്ച്. ഇപ്പം കണ്ടോ എല്ലാം കുറച്ചല്ലല്ലോ. അന്റാർട്ടിക്കയെക്കുറിച്ച് 5 പോയിന്റ് പഠിച്ചാൽ മതി കേട്ടോ. ഇനി 5 മൗണ്ടൻ റേഞ്ച് ലൈക്ക് ദ ആൽപ്സ്, ദ ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് ദ എന്താ ആ പേര് നോക്കണേ, ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ കേട്ടോ, കാർപാത്തിയൻ ആർ സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. ആൽപ്സ് കേട്ടോ, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ മുതലായവ നിരവധി പർവ്വതനിരകൾ നമ്മുടെ യൂറോപ്പിലുണ്ട്. ദർ ആർ ഫെർട്ടൈൽ പ്ലെയിൻസ് ആൻഡ് ഗ്രാസ് ലാൻഡ് ഇൻ യൂറോപ്പ്. ഈ യൂറോപ്പിലെ മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അല്ല, എന്ത് നട്ടാലും കിളിക്കുന്ന നല്ല ഫെർട്ടൈൽ, നല്ല മണ്ണാണ് കേട്ടോ, ഫലപുഷ്ടിയായ. അതുപോലെ സമതലങ്ങളും പുൽമേടുകളും ഒക്കെ നമ്മുടെ യൂറോപ്പിലുണ്ട്. പിന്നെ ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ഈസ് ഈസ്റ്റേൺ യൂറോപ്പ് ആർ നോൺ ആസ് എന്താ സ്റ്റെപ്പി. നമ്മൾ മുമ്പ് പറഞ്ഞു കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകളെ നമ്മൾ എന്ത് പേര് പറയും? സ്റ്റെപ്പി. ഓർമ്മയുണ്ടോ? സ്റ്റെഫി അല്ല, സ്റ്റെപ്പി എന്നാണ് പഠിക്കണം എന്ന് പറഞ്ഞില്ലേ. സെർട്ടൺ ഏരിയാസ് ഇൻ ദ നോർത്തേൺ കോസ്റ്റ് ലൈൻസ് ഓഫ് യൂറോപ്പ് ഇൻ റിച്ച് ഇൻ എ സ്പെഷ്യൽ ജിയോഗ്രഫിക് ഫീച്ചർ ആർ നോൺ ആസ്, ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കണേ കുഞ്ഞിലെ, ഫിജോർഡുകളെന്നും ഫിയോർഡുകളെന്നും കേട്ടോ. യൂറോപ്പിലെ ഫ്ലോറ ആൻഡ് ഫൗന ഏതൊക്കെയാണ്? കോർക്ക്, ഓക്ക് ട്രീ, ആൽപിൻ, സ്റ്റെപ്പി, ഗ്രാസ് ലാൻഡ്, ലിങ്സ്, ഇതൊക്കെയാണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാ. നമ്മൾ പഠിക്കുന്ന 7 കോണ്ടിനെന്റിലെയും ഫ്ലോറ ആൻഡ് ഫൗന, അതായത് 7 കോണ്ടിനെന്റിന്റെയും 7 ഭൂഖണ്ഡത്തിന്റെയും ജന്തുക്കളെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ മുതലായവ നിരവധി പർവ്വതനിരകൾ നമ്മുടെ യൂറോപ്പിലുണ്ട്. യൂറോപ്പിൽ ഫലപുഷ്ടിയായ സമതലങ്ങളും പുൽമേടുകളുമുണ്ട്. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകളെ നമ്മൾ സ്റ്റെപ്പി എന്നാണ് അറിയപ്പെടുന്നത്. യൂറോപ്പിന്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്നു. യൂറോപ്പിലെ സസ്യജന്തുജാലങ്ങളാണ് കുഞ്ഞുങ്ങളെ കോർക്ക്, ഓർക്ക് മരങ്ങൾ, ലിങ്സ്, ആൽപിൻ, സ്റ്റെഫി മുതലായ. നമ്മുടെ ടെസ്റ്റിലിൻ്റെ എല്ലാം പടമുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു അന്റാർട്ടിക്ക 5 പറഞ്ഞു അല്ലേ. 5ഉം 6 പറഞ്ഞു നിങ്ങളെ. ഇനി നമ്മൾ ലാസ്റ്റ് ആണ് ഏതാണ്? ഓസ്ട്രേലിയ കേട്ടോ. അടുത്തത് ഓസ്ട്രേലിയ. ഇതൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ലിയാമ, കാപ്പിബാര ഒക്കെ പറഞ്ഞില്ലേ, വെളുത്തൊക്കെ പറഞ്ഞില്ലേ. ലാസ്റ്റ് നമ്മുടെ ഓസ്ട്രേലിയയെ കുറിച്ചാണ്. ആസ്ട്രേലിയ നോക്കൂ നിങ്ങൾ, ഏറ്റവും സ്മാളസ്റ്റ് കോണ്ടിനെന്റ് ആസ്ട്രേലിയയാണ്. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ആസ്ട്രേലിയയാണ്. ദ ഗ്രേറ്റ് ഡൈവിംഗ് റേഞ്ച്, ഇതൊക്കെ നമ്മൾ വൺ വേർഡിൽ പറഞ്ഞല്ലേ. ദ ഗ്രേറ്റ് ഡൈവിംഗ് റേഞ്ച് ഈസ് ആൻ ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ദ ഗ്രേറ്റ് വിക്ടോറിയ ഈസ് വൺ ഓഫ് ദ മേജർ ഡിസേർട്ട് ഹിയർ. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാന മരുഭൂമികളിൽ ഒന്നാണ്. ദ ഗ്രേറ്റ് ബാരിയൻ ലീഫ് സിറ്റുവേറ്റഡ് റീഫാണ് സിറ്റുവേറ്റഡ് ഓൺ ദ ഈസ്റ്റേൺ കോസ്റ്റൽ ഓഫ് ഓസ്ട്രേലിയ ഈസ് മെയ്ഡ് ഓഫ് കോറൽ റീഫ്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയൻ റീഫ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ് കേട്ടോ. പവിഴപ്പുറ്റ്, കോറൽ റീഫ്സ്, പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഒരു സ്ഥലം നമ്മുടെ ഓസ്ട്രേലിയ കേട്ടോ. ഓസ്ട്രേലിയയിലെ ഫ്ലോറ ആൻഡ് ഫൗന ഏതൊക്കെയാണ് നിങ്ങൾ നോക്കി. 5 പോയിന്റേ ഉള്ളൂ. സ്മാളസ്റ്റ് കോണ്ടിനെന്റ് ആണ്. ഗ്രേറ്റ് ഡൈവിംഗ് റേഞ്ച് എന്താണ്? ഗ്രേറ്റ് വിക്ടോറിയ എന്താണ്? ഗ്രേറ്റ് ബാരി, എല്ലാം ഗ്രേറ്റ് വരുന്നുണ്ട് അല്ലേ. ബാരിയർ, ഈ ഗ്രേറ്റ് വരുമ്പോഴേ ഓർത്തോണം ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഗ്രേറ്റ് ബാരിയൻ റീഫ് ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലെ ഫ്ലോറ ആൻഡ് ഫൗന ഏതൊക്കെയാണ് നിങ്ങളെ? പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, കോആല, യൂക്കാലിപ്സ്, അക്വേഷ്യ, ഇതൊക്കെ എന്താണ്? ഈ ഓസ്ട്രേലിയയിലെ സസ്യങ്ങളും ജന്തുക്കളുമാണ്. മുറേ ഡാർലിംഗ് നദീതടം ഫലപുഷ്ടയായ ഒരു കാർഷിക മേഖലയാണ്. ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ മുറേ ഡാർലിംഗ് നദീതടം എന്ന് പറയുന്നത് ഫലപുഷ്ടമായ നല്ലൊരു എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ നല്ലപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാവും നിങ്ങളെ മുറേ ഡാർലിംഗ് നദീതടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ എത്ര 25 ക്വസ്റ്റ്യൻ ആൻസറുകളും തന്നു. 53 വൺ വേർഡുകൾ തന്നിട്ടുണ്ട്. ആ വൺ വേർഡ് ഞാൻ മലയാളത്തിലാന്ന് വിചാരിച്ച് പേടിക്കണ്ടാവും നിങ്ങൾ. ഇംഗ്ലീഷ് ഇതിനകത്ത് ഇപ്പം തന്ന ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് നിന്നാണ് ഞാൻ ആ മലയാളം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഒറ്റയടിക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇപ്പം നമ്മളോട് ചോദിക്കാം മനുഷ്യവാസം തീരെ ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാ? ഇല്ലയോ? മനുഷ്യവാസം തീരെ ഇല്ലാത്തത് അന്റാർട്ടിക്കയാണ്. അപ്പം അങ്ങനെ നമ്മളോട് ഒറ്റയടിക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വൺ വേയുടെ അടുത്തൊന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് കൊണ്ടുപോകും നിങ്ങൾ ഇനി ഇത് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എഴുതിയെടുത്തിട്ട് കമൻറ്റ് പറയണേ കേട്ടോ. ഞാൻ എന്തായാലും ഇത്രയും നിങ്ങൾക്ക് വേണ്ടി എഴുതിയെടുത്ത് തന്നതല്ലേ കുഞ്ഞുങ്ങൾ. അപ്പം നിങ്ങളുടെ ആ കമൻറ്റാണ് എൻ്റെ അടുത്ത ചാപ്റ്ററിലോട്ട് വിടുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും വൃത്തിയായിട്ടിരുന്ന് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ പോരട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു.